ബാക്ക് ടു ക്രിയേറ്റീവ് ജെ. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നൊരു കുഞ്ഞു കൃഷ്ണനെയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോർcelain ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. ഇത്തവണ നമ്മൾ ഫേസാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ ബോഡി ചെയ്തിട്ടല്ലേ ഫേസ് ചെയ്യാറ്. അപ്പോൾ ഇത്തവണ ഫേസാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് ഫേസ് മേക്കിംഗ് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ട്യൂട്ടോറിയലായിട്ട് കാണണ്ട, എന്നാലും ഞാൻ ഇതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫേസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, മറന്നിട്ടല്ല. ടൈം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു ഫേസാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഓവർ ഹെഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ നേരെ വെച്ച് എടുക്കുന്ന തരത്തിലുള്ള ട്രൈപോഡൊന്നുമില്ല. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് നേരിട്ട് ആ ഒരു നേരെ പിടിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ എന്നെ ഫേസ് ചെയ്ത് ചെയ്യേണ്ടി വരും. ഇത് ഇത്രയും ചെറിയ ഫേസ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ നേരെ പിടിച്ച് ചെയ്യുമ്പോഴത്തേക്കും മുകളിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് ആ ഒരു ആംഗിൾ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവാത്തത്. അപ്പോൾ ഇനി വലിയൊരു ഫേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ പോലെ ചെയ്യാമേ ഫേസ് മേക്കിംഗ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ചെറിയ ഫേസ് ആയതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവോ ഇല്ലയെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം എൻ്റെ മാക്സിമം. ഞാനെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എൻ്റേത് ഭയങ്കര അൾട്രാ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫേസ് സ്കൾപ്റ്റിംഗ് ഒന്നും അല്ല, എന്നാലും എൻ്റെ ഒരു സ്കില്ല് ഞാൻ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാം. പണ്ട് ചെയ്തതും ഈ ഒരു പ്രശ്നം കൊണ്ട് പലർക്കും മനസ്സിലായില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ ലിപ്സ് സ്കൾപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വായുടെ ഭാഗം സ്കൾപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പലപ്പോഴും ഷൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്താത്തതും. നെക്സ്റ്റ് ടൈം ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചിന്നിൻ്റെ ഭാഗം ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു ഇത്തിരി കാർട്ടൂണിഷ് ഫേസാണ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കുറച്ചൊരു ക്യൂട്ടായിട്ടുള്ള ഫേസാണ് ചെയ്യണത്, ഒരു ബേബി ഫേസാണ് ചെയ്യണമെങ്കിൽ ആ ചിന്നിൻ്റെ ഭാഗം കുറച്ച് ഉയർത്തി കുറച്ചൊന്ന് കൂർത്തിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒരു ഭംഗി വരും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഉണക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ബോഡിയുടെ ബാക്കി ഭാഗം സ്കൾപ്റ്റ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് കാല് സ്കൾപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു ബേബി ആയിട്ടുള്ള ഒരു കൃഷ്ണനാണ്. ബേബി അല്ല, ടോഡ്ലർ പരുവത്തിലുള്ള ഒരു 2 വയസ്സ് 3 വയസ്സ് 1.5 2 വയസ്സ് 3 വയസ്സ് പ്രായത്തിലുള്ള ഒരു കൃഷ്ണനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ബേബീസിൻ്റെ കാലൊക്കെ എങ്ങനെയാണ് കുറച്ച് കുറുകിയൊക്കെയാണ് ഇരിക്കുക, നീളം ഉണ്ടാവില്ല, കുറച്ച് ഉരുണ്ടിട്ടായിരിക്കും, ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കാലും അതുപോലെ ചെയ്യണം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ബേബി സ്കൾപ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും കൊട്ടലോ ചെണ്ടമേളം പോലെയൊക്കെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് അമ്പലമാണ്. എൻ്റെ വീടിൻ്റെ റോഡ് പിന്നെ അമ്പലം തൊട്ടടുത്ത അമ്പലമാണ്. സോ അവിടെ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയുണ്ട്, കൃഷ്ണൻ്റെ അമ്പലമാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് കുട്ടി കൃഷ്ണന്മാരും കുട്ടി രാധന്മാരും ഒക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശോഭയാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൽ കൊട്ടാണ് അവിടെ കേൾക്കുന്നത്. സോ അത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ അകത്തിരിക്കുന്നതുകൊണ്ട്. പക്ഷേ എനിക്ക് ഈ സംസാരിക്കുമ്പോൾ മുഴുവനും ചുറ്റും ഇങ്ങനെ കൊട്ടലാണ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇനി നമ്മൾ അപ്പർ ബോഡിയാണ് സ്കൾപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ കുറച്ച് നീളം കുറച്ച് കുറുക്കി വേണം എടുക്കാൻ, കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആൾ ചെറിയ ആളാണ്. അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് ക്ലേ എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം പോർcelain പകരം വേറെ ഏതെങ്കിലും ക്ലേ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പേപ്പർ ക്ലേ ഒക്കെ വെച്ച് ചെയ്യാനിരുന്നെങ്കിൽ ഇന്നൊന്നും ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം പെട്ടെന്നല്ലേ മഴ വന്നത്. ഇങ്ങോട്ടൊക്കെ മഴയുണ്ട് കേട്ടോ, നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് നല്ല രീതിക്ക് ഉണങ്ങി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പേപ്പർ ക്ലേ ആണെങ്കിൽ പറയാൻ വേണ്ട, കുറച്ചും കൂടെ സമയം വേണ്ടേ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ 2 ക്ലേ ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും എയർ ഡ്രൈ ക്ലേ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് പൊതുവേ മോൾഡഡ് ക്ലേ അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല. ഇത്രയും ചെറിയ ഡീറ്റെയിലൊക്കെ ചെയ്യാൻ അത് ഉപയോഗിക്കാറേ ഇല്ല. വേണമെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഈ ഒരു ഷേപ്പൊക്കെ കൊടുത്തെടുക്കുമ്പോൾ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്ലേ അല്ല. വലിയ ഇത് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ ചെറിയ ചെറിയ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ എനിക്കെന്തോ അത് അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല. ഇനി നമ്മൾ ആ അപ്പർ ബോഡി കാലുമായിട്ട് ബന്ധിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ യെല്ലോ കളർ ക്ലേ എടുത്തതിന് ശേഷം ഡ്രസ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുഞ്ഞു കൃഷ്ണനായതുകൊണ്ട് ഞാൻ കാല് മുഴുവനും മറയ്ക്കുന്ന രീതിയിൽ ചെയ്യണില്ല.
കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ യെല്ലോ ക്ലേ. ഓരോ പാർട്സിലും നമ്മൾ പുതിയതായിട്ട് ക്ലേ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ക്ലേ കുറച്ചും കൂടെ ഒന്ന് ബലമായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ സർഫസിൽ പുതിയതായിട്ട് ക്ലേ ആഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ക്ലേ നല്ല രീതിക്ക് അവിടെ സ്റ്റിക്കായിട്ടിരിക്കും. ഇല്ലെങ്കിലും പോർസലെയിൻ ക്ലേ പൊതുവെ അതിൽ തന്നെ ഒരു സ്റ്റിക്കി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഇരുന്നോളും. പക്ഷെ എന്നാലും ഒരു എക്സ്ട്രാ ഒരു ബൈൻഡിങ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമ്മളിതെല്ലാം സർഫസ് സ്മൂത്താക്കി കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ ടൂൾ വെച്ചിട്ട് ആ ഒരു ക്ലോത്തിൻ്റെ ആ ഒരു ഞൊറിവൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെയാണ്. ഞാൻ മാക്സിമം ടൂൾസ് വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ. ചെറിയ ചെറിയ ഏരിയയിൽ കൂടുതൽ ഡീറ്റെയിൽ കൊടുക്കാനാണ് ടൂൾ ഉപയോഗിക്കുന്നത്. അല്ലാത്തപ്പോൾ മിക്കവാറും കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. വലിയ ഡോൾസൊക്കെ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ടല്ലോ. മിക്കവാറും കൈ വെച്ചിട്ട് തന്നെയാണ് ഡീറ്റെയിൽസും ബ്ലെൻഡിങ്ങും ഒക്കെ ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് കൈകൾ വെച്ച് കൊടുക്കാം. ഇത്തവണ ഇതൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് തടസ്സങ്ങളായിരുന്നു. അതിലൊരു തടസ്സമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത്ര മനസ്സിലാവുണ്ടോയെന്നറിയില്ല. ഞാൻ കളറ് ഓരോ പ്രാവശ്യവും ക്ലേ തീരുന്നതിനനുസരിച്ച് കളറ് മിക്സ് ചെയ്തപ്പോൾ ഇത്തിരി കളറ് കൂടിയും കുറഞ്ഞൊക്കെ ആയിപ്പോൾ ഉണങ്ങി വന്നപ്പോൾ അത് പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ലാസ്റ്റ് ആയപ്പോഴത്തേക്കും. അപ്പോൾ ഇത്രയും പൊടി നമ്മൾ ഉണക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ ഉണങ്ങി കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓർണമെൻറ്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഫുള്ളും ബ്ലൂവും യെല്ലോയും മാത്രമാണ് നിങ്ങൾക്ക് തോന്നും. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇനി ഗോൾഡ് കളറെല്ലാം വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ബ്രൈറ്റ്നെസ് കുറച്ച് കുറയും കേട്ടോ. അത് വേറെ കാര്യം. ഇനി നമുക്ക് തലേന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പി ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയിലേക്ക് കടക്കാം, ഫേസ് പെയിൻറ്റിങ്. അപ്പോൾ ഇത്തവണ ഞാൻ ആ ഒരു കണ്ണിൻ്റെ അവിടെ കുറച്ച് ക്ലേ ഒക്കെ വെച്ചിട്ട് കൊടുത്തിരുന്നതുകൊണ്ട് കണ്ണ് നല്ല ഷേപ്പായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ. അത് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ പോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അതിവിടെ ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ ചീക്കിൻ്റെ ഏരിയയിൽ ഞാൻ കുറച്ച് ക്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചിങ്ങനെ ഭയങ്കര ചബ്ബിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത്ര ചബ്ബിയൊന്നായിട്ടിരിക്കില്ല, എന്നാലും ഒരുമാതിരിയൊക്കെ ഒരു ചബ്ബിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ണിങ്ങനെ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. കണ്ണ് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ലിപ്സിൽ പെയിൻ്റ് അടിക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് സ്കിൻ കളറിൽ പെയിൻറ്റ് ചെയ്യുന്നതാണ് കൂടുതലും ഇഷ്ടം. അതിപ്പോൾ ഡാർക്ക് സ്കിൻ ടോൺ ആയാലും ലൈറ്റ് സ്കിൻ ടോൺ ആയാലും ഒക്കെ. പക്ഷേ ഈ ബ്ലൂവിൽ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം ആ ഒരു ലിപ്പിൽ പെയിൻറ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ബ്ലൂവിൽ ഭയങ്കര ബ്രൈറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ആ ഒരു ഫേസ് ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടിരിക്കും. നമുക്കത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. അത് പെയിൻറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ലീഫിൽ പെയിൻറ്റ് ചെയ്തപ്പോൾ, കൃഷ്ണനെ പെയിൻറ്റ് ചെയ്തപ്പോൾ ഒരു ലിപ്പ് വരയ്ക്കാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ശരിയാക്കിയാണ് എടുത്തത്. കാരണം ടോൺ ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഫേസ് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെയർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഹെയർ വെച്ചിട്ട് നമ്മളിതുപോലെ അതിൽ ഇംപ്രഷൻസ് കൊടുക്കുക. ഇതുപോലൊരു സിലിക്കോൺ ബ്രഷ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ സിലിക്കോൺ ടൂൾസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ആ ഒരു വരകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ വല്ല നീഡിലായാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കിത് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ടൂൾസിൻ്റെ എന്തെങ്കിലും സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ പറയണേ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കൽ അത് പ്ലാൻ ചെയ്ത് ചെയ്യാം. ഇനി നമുക്ക് ഒരു വെണ്ണക്കുടങ്ങൾ ഉണ്ടാക്കാം. ഞാൻ 2 എണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത്തവണ കൃഷ്ണൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ എൻ്റെ വക ഒരു കലത്തിലും കൂടെ കുറച്ച് വെണ്ണയും കൂടെ എക്സ്ട്രാ ഗിഫ്റ്റായിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 2 കുട അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ മയിൽപ്പീലിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതുപോലെ മയിൽപ്പീലി വളരെ സിമ്പിളായിട്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം നമ്മൾ കൃഷ്ണനെ ഇത്തിരി ഒരു കാർട്ടൂണിഷ് ഫേസ് ആയിട്ടല്ലേ ചെയ്ത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ ആ ഒരു സ്കിൻ ടോണിൽ ബ്ലൂ കളറിൻ്റെ വേരിയേഷൻസ് ഇങ്ങനെ വരും ഉണങ്ങിക്കഴിയുമ്പോൾ. ഇനി നമുക്ക് ബട്ടർ ഉണ്ടാക്കാം. ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഫെവിക്കോളും കുറച്ച് വാൾപുട്ടിയും പിന്നെ നമ്മുടെ കുറച്ച് ക്ലേയും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. ഈ പോർസലെയിൻ ക്ലേ തന്നെയാണ്, കളറൊന്നും ചേർക്കാത്തതാണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പെയിൻറ്റ് മിക്സ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ വൈറ്റ് പെയിൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാൾപുട്ടിയാണ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു ഇച്ചിരി ട്രാൻസ്ലൂസൻറ്റും ആയിരിക്കും, കുറച്ച് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ വാൾപുട്ടി മിക്സ് ചെയ്തത്. എന്നിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കയ്യിലും കുറച്ച് വെണ്ണ ആക്കി കൊടുക്കുക. അങ്ങനെ അതവിടെ ഇരുന്ന് ഉണങ്ങാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു
കുപ്പിയുടെ അടപ്പെടുത്തിട്ട് അതിൽ ബ്ലാക്ക് കളർ അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു കുഞ്ഞു ഓടക്കുഴലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കൃഷ്ണൻ കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു തോളത്തൂടെ ഞാൻ കുറച്ചൊരു ഷോൾ പോലെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആ ബ്ലൂ കളറിൻ്റെ വേരിയേഷൻ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ചൊന്ന് ലൈറ്റായിട്ടൊരു ബ്ലൂ ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നീട് കൃഷ്ണൻ്റെ കൂടെ ഞാനും പോയി കുറച്ച് ഫോട്ടോയും കുറച്ച് ഔട്ട്രോയ്ക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോയും ക്ലിപ്പിങ്സൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ ജന്മാഷ്ടമി സ്പെഷ്യൽ കുഞ്ഞു കൃഷ്ണനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ കൃഷ്ണ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ സ്കൾപ്റ്റിംഗ് വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then, thank you for watching. Cheers!